നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ നേരിയ ലാഭമെടുപ്പ് നടന്ന വാരമാണ് കടന്നുപോയത്. 7733 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. 25,228 സെൻസെക്സ് ക്ലോസ് ചെയ്തു. ഏറ്റവും പ്രധാനം ചില റിസൾട്ടുകൾ വിപണിയെ ചെറിയ തോതിലെങ്കിലും നിരാശപ്പെടുത്തി. പക്ഷേ ചില റിസൾട്ടുകൾ വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയും ചെയ്തു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ വാരം തന്നെയാണ് കടന്നുപോയിരുന്നത്. ഒപ്പം തന്നെ ഡോളർ കരുത്ത് നേടുന്നതും ഈ വാരം നമ്മൾ കണ്ടു. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കം ആരംഭിക്കുകയാണ്. പതിവ് പോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ ലക്കത്തിൽ ആദ്യം ഈ വാരത്തിന്റെ സാധ്യതകൾ, ഒപ്പം തന്നെ പോയ വാരം വിപണിയിൽ ഉണ്ടായ ലാഭമെടുപ്പ് ഇവയെക്കുറിച്ചുള്ള ചർച്ചയാകും. പിന്നീട് ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. 7730 റേഞ്ചിലാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ വാരം ഉണ്ടാവുകയും ചെയ്തു. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഈ വീക്ക് മൂവ് ചെയ്തത്. ലാസ്റ്റ് വീക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. മാർക്കറ്റ് വലിയൊരു റൈഡ് ലാസ്റ്റ് 2 months ആയിട്ട് മാർക്കറ്റ് ഈ 6825 നിന്നും 8000 ലെവലിലേക്കുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു. അതിൽ വലിയൊരു പാർട്ടിസിപ്പേഷൻ FISന്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിരുന്നു. എന്നാൽ ഈ വീക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ FISന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു എന്നല്ല, FIS ഒരു സെല്ലിംഗ് സൈഡിലേക്ക് വന്നു. 7047 crore ക്യാഷ് മാർക്കറ്റിൽ FIS സെല്ലിംഗ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 727 crore ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. അപ്പോൾ FISന്റെ ഈ ഫ്ലോ കുറഞ്ഞത് തന്നെയാണ് മാർക്കറ്റിൽ ഈ വീക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ളൊരു പ്രധാന റീസൺ. ഓവറോൾ മൊമെന്റം പോസിറ്റീവാണ്. പക്ഷേ ഗ്ലോബൽ ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ചൈനയുടെ സ്ലോ ഡൗൺ, യെൻ വീണ്ടും ലോവർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് റണ്ണിൽ ഇന്ത്യയുടെ എക്കണോമിയെ ബാധിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫെഡിന്റെ ഡിസിഷൻ ജൂണിൽ വീണ്ടും വരുന്നു. ഇതൊക്കെ തന്നെ ഗ്ലോബലി വരുന്ന ന്യൂസുകളാണ്. ഈ ന്യൂസുകൾക്ക് അനുസൃതമായി ഇന്ത്യൻ മാർക്കറ്റിലും വോളറ്റിലിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ മൊമെന്റം പോസിറ്റീവ് തന്നെയാണ്. മാക്രോ ഫാക്ടേഴ്സൊക്കെ ഇന്ത്യയുടെ വീണ്ടും പോസിറ്റീവ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ, ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും IIP വരുന്നു, ഇൻഫ്ലേഷൻ വരുന്നു. ഇത് രണ്ടും പോസിറ്റീവ് ആകാനാണ് സാധ്യത. പക്ഷേ ഇത് പോസിറ്റീവായി വന്നാലും വലിയൊരു റൈഡ് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഒരു 150 to 200 പോയിന്റ്സ് ഒരു റൈഡ് ഉണ്ടാകാം. 8000 എന്ന് പറയുന്നത് വീണ്ടും ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ മാർക്കറ്റ് വാച്ച് തന്നെ 1 month ആയി പറയുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഓവർ സപ്ലൈ സോണാണ് 8000 എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ടൈം ഗെയിൻ എടുത്ത് മാറുന്നതായിരിക്കും നല്ലത്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത്. അല്ല, ഇപ്പോൾ അതിനുള്ള വ്യത്യാസം, കാരണം ഒരു 250 പോയിന്റിന്റെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചു. ഫെയർ വാല്യൂയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ ഒരു ക്രൂഷ്യൽ ലെവലിൽ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് 7700 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. ഈ 7700 മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ഈ കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും ഒരു 150 to 200 പോയിന്റ്സിന്റെ റൈഡ് ഉണ്ടാകാം. പക്ഷെ അത് നെക്സ്റ്റ് വീക്ക് വരുന്ന IIPയും ഇൻഫ്ലേഷനും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലോബലി വരുന്ന ന്യൂസുകളും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? ടെക്നിക്കലി 7650, 7550. കാരണം 650, 700 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു ആ 7900 മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത്. എന്നാൽ സിറ്റുവേഷൻ മാറി 7733 മാർക്കറ്റ് ക്ലോസിംഗ് വന്നു. ഓവറോൾ ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 7550 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണും 8000 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇമ്മീഡിയറ്റ് ഈ 7650, 700 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. അത് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 150 to 200 പോയിന്റ്സിന്റെ റൈഡ് കറണ്ട് ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാല്യൂഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോൾ റിസൾട്ട് സീസൺ ആണ്. HDFC വാരം വന്ന റിസൾട്ട്സിനെ എങ്ങനെ വിലയിരുത്താം? അതെ, ഓവറോൾ ഈ 4th ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആണ്. അതുപോലെ ഈ റിസൾട്ട് ബെറ്റർ ആണ്, ഏർണിംഗ് സീസൺ ബെറ്റർ ആണ്, മാക്രോ ഫാക്ടേഴ്സ് ഒരു റൈറ്റ് ട്രാക്കിലാണ്. ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. പക്ഷേ FIS ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. അപ്പോൾ FISന്റെ ഫ്ലോ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും അതിന്റെ കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീക്ക് സംഭവിച്ചതാണ്, FISന്റെ ഫ്ലോ വരാത്തതും അവർ സെല്ലിംഗ് സൈഡിലേക്ക് പോയതാണ് മാർക്കറ്റിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ FIS വീണ്ടും തിരിച്ചു വന്നാൽ വീണ്ടും മാർക്കറ്റിൽ റൈഡ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ HDFC റിസൾട്ട് 30% ബെറ്റർ ആയിരുന്നു. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് HDFC. അതുപോലെ ഐഡിയ 39% പ്രോഫിറ്റ് ഡ്രോപ്പ് വന്നു. പക്ഷേ സ്റ്റോക്ക് അതിനു മുമ്പ് തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആ റിസൾട്ടിന് ശേഷം വലിയൊരു കറക്ഷൻ സംഭവിച്ചില്ല. ദെൻ TVS മോട്ടോഴ്സ് 30% ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ TVS മോട്ടോഴ്സും HDFC ഒക്കെ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ദെൻ നമ്മളെ V-Guard
വി-ഗാർഡ് ആ ഗ്രൂപ്പിന്റെ 2 സ്റ്റോക്കും വണ്ടർലേ ആണെങ്കിലും ശരി വി-ഗാർഡ് ആണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു പോകുന്നു. ഇനിയും അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴും വി-ഗാർഡിനുണ്ട്. ഷോർട്ട് ടൈം ചിലപ്പോൾ ചില കറക്ഷൻ സംഭവിക്കാം, പക്ഷേ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് 41.97 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ നല്ല മാനേജ്മെന്റ് ആണ്, വളരെ നല്ല ബിസിനസ് മോഡലാണ്. അപ്പോൾ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് വി-ഗാർഡ്. അപ്പോൾ വി-ഗാർഡ് ഈ ആഴ്ച റിസൾട്ട് വന്ന TVS മോട്ടോഴ്സ്, HDFC ഇത് രണ്ടും ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. ബാങ്ക് സെക്ടർ ഇപ്പോൾ SIB ഒക്കെ അടുത്ത ദിവസങ്ങളിൽ റിസൾട്ട് വരാനിരിക്കുന്നു. എങ്ങനെ ബാങ്ക് സെക്ടറിന്റെ ഒരു റിവ്യൂ? ബാങ്ക് സെക്ടർ എനിക്ക് തോന്നുന്നു അഭിലാഷ്, ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം, പ്രത്യേകിച്ചും ICICI ബാങ്ക് റിസൾട്ട് വന്ന് മോശം റിസൾട്ടാണ്, അത് പ്രതീക്ഷിച്ചതാണ്. അതേസമയത്ത് HDFC ബാങ്കും യെസ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് ഒക്കെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ആ സെക്ടർ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ സെക്ടർ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഓവറോൾ NPA ആണെങ്കിലും ബിസിനസ് മോഡലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ ബെറ്ററാണ്. അതേസമയം ഇനി റിസൾട്ട് വരാനിരിക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഓവറോൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അതുകൊണ്ട് ലോങ് ടൈം വ്യൂവിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ 4th ക്വാർട്ടർ റിസൾട്ട് കൂടി വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വാല്യുവേഷൻ ഫെയർ ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ റിസൾട്ട് ബെറ്റർ ആകുകയാണെങ്കിൽ കറന്റ് ലെവലിൽ നിന്ന് ഒരു റൈഡ് സംഭവിക്കാം. അതല്ലെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കം ലഭിച്ച മെയിലുകളിലേക്ക് പോകുന്നു. ശ്രീ അനൂപിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നൽകിയിരിക്കുന്നു. KPIT, HCL, ടാറ്റ മോട്ടോഴ്സ്, മാരുതി, വോക്കാർഡ്, സൺഫാർമ, ഹാവൽ, സ്നോമാൻ, വണ്ടർല, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക് ആൻഡ് കോൾ ഇന്ത്യ. ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ തന്നെ പല ഘട്ടങ്ങളിലും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളാണെന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതെ, ഞാനത് അഭിലാഷോട് പറയാനിരിക്കുകയായിരുന്നു. മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. KPIT വാല്യുവേഷൻ ഫെയർ ആണ്, ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഈ വീക്ക് ചെറിയൊരു കറക്ഷൻ സംഭവിച്ചു. വീണ്ടും 145, 130 ലെവൽ വരികയാണെങ്കിൽ അദ്ദേഹം ആവറേജ് ചെയ്യുക ഈ സ്റ്റോക്ക്, അതല്ലെങ്കിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. 180 ആണ് സ്റ്റോക്കിന്റെ ലോങ് ടൈം ടാർഗറ്റ്. ദെൻ HCL ടെക് ആണ്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ്. ഇപ്പോഴത്തെ മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 706.70. അപ്പോൾ ഈ 700-670 എന്ന് പറയുന്നത് മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ, ഗ്ലോബൽ ന്യൂസുകൾ നെഗറ്റീവ് ആവുകയും FIs വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് പോവുകയും ചെയ്താൽ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7550 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. പക്ഷേ ഗ്ലോബൽ ന്യൂസുകൾ നെഗറ്റീവ് ആവുകയും FIs വീണ്ടും സെല്ലിംഗ് വരികയാണെങ്കിൽ ആ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു വലിയ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വരാവുന്ന ഒരു ലെവലാണ് ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറന്റ് വാല്യുവേഷൻ പോലും ഫെയർ ആണ് HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 700-670 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 820 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മാരുതിയാണ്. സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, റിസൾട്ട് ബെറ്റർ ആയിരുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റാണ് മാരുതി. 3600, 3200. ഞാൻ ഈ 3200 എന്ന് പറയുന്നത് വീണ്ടും ആ ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്നതാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 3600 ആണ്. ഈവൻ കറന്റ് വാല്യുവേഷൻ പോലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 4100 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ബെറ്റർ മൺസൂൺ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് മൺസൂണാണ്. അടുത്ത മാർക്കറ്റിന്റെ മേജർ ആയിട്ടുള്ള റൈഡ് തീരുമാനിക്കുന്നത് മൺസൂൺ തന്നെയായിരിക്കും. അപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു മൺസൂൺ സംഭവിക്കുകയാണെങ്കിൽ മാരുതിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ തന്നെ വളരെയധികം ഹയർ വാല്യൂവിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. ഡീസെന്റ് ആയിട്ടുള്ള കറക്ഷൻ നേരിട്ടു. 360 അതുപോലെ 320. ഞാൻ ഈ സ്റ്റോക്കിന്റെ കാര്യത്തിലും ടാറ്റ മോട്ടോഴ്സും ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഡീസെന്റ് ആയിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അപ്പോൾ കറന്റ് ലെവൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. അതല്ല വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 360, 320 എന്ന് പറയുന്ന മേജർ രണ്ട് സപ്പോർട്ട് ലെവലാണ്. 450 ആണ് എഗൈൻ ഈ സ്റ്റോക്കിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ വോക്കാർഡ് ആണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഫാർമ സെക്ടറിലൊക്കെ തന്നെ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. 900 ആണ് ഇമ്മീഡിയറ്റ് വോക്കാർഡിൽ വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 820 വരണമെങ്കിൽ സെക്ടറിലെല്ലാം തന്നെ ഒരു സെല്ലിംഗ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. 900 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 1050 ആണ് വോക്കാർഡിനെ സംബന്ധിച്ചൊരു ഇമ്മീഡിയറ്റ് മൈനർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്.
ദെൻ സൺ ഫാർമയിലും കറക്ഷൻ നേരിട്ടു. 780 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്, ഒരു വാല്യൂ ബൈയിങ് ലെവൽ തന്നെയാണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 720. അപ്പോൾ 2 സ്റ്റേജ് ആയിട്ട് സൺ ഫാർമയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 880 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കുകൾ ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈ വാല്യുവേഷനിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഹാവൽസ് ആണ്, വളരെയധികം റീറ്റെയിൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ്. 320 ആൻഡ് 300 2 സപ്പോർട്ട് ലെവലാണ്. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്നോമാൻ ആണ്, സ്നോമാനിലും കറക്ഷൻ നേരിട്ടു. അഗൈൻ 50 ആൻഡ് 45 2 സപ്പോർട്ട് ലെവൽ. 65 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 65 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ വണ്ടർല നമുക്ക് വളരെ ഫെമിലിയറായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 370 ആൻഡ് 350 2 സപ്പോർട്ട് ലെവലാണ്. 440 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ 440 എന്ന് പറയുന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഈ സ്റ്റോക്ക് വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് വണ്ടർലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 450 ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഏറ്റവും ബെറ്റർ ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ് കോട്ടക് മഹീന്ദ്ര. 660 ആൻഡ് 620 2 ലെവലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 750 ഈ സ്റ്റോക്കിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്, 450 അതുപോലെ 420. ഈ ലെവൽ വരണമെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലെവൽ വരാൻ സാധ്യതയുള്ളൂ. ഈ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കറണ്ട് വാല്യുവേഷൻ പോലും ഫെയർ ആണ്. അതുപോലെ കോട്ടക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്. 510 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ കോൾ ഇന്ത്യ, ഫെയർ വാല്യൂ, ബെറ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് കോൾ ഇന്ത്യ. 270 ആൻഡ് 250 ഈ സ്റ്റോക്ക് 2 സപ്പോർട്ട് ലെവലാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി സൗണ്ടും ഒരു പരിധിവരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളായതുകൊണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിലെല്ലാം സംഭവിക്കുകയും ചെയ്തു ലാസ്റ്റ് വീക്ക്. അതുകൊണ്ട് ഒന്നുകിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 50% ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ പേഷ്യൻസോടുകൂടി അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കഥയിലേക്ക് പോകാം. രേഖയുടെ മെയിലാണ്. രേഖ 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രധാനമായും ഈ 4 സ്റ്റോക്കുകളും ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അമർ റെമഡീസ്, ഡോക്ടർ ഡാറ്റ്സൺ, മൈക്രോ ടെക്നോളജീസ്, ക്ലച്ച് ഓട്ടോ. ഈ സ്റ്റോക്കുകൾ ഇനി ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടോ? ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ രേഖയുടെ കൈവശമുണ്ട് എന്നാണ് രേഖ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പം രേഖയ്ക്കുണ്ട്. തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈക്കോർട്ട് ഡിസിഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഹൈക്കോർട്ട് ഡിസിഷൻ അതിൽ ഡീലിസ്റ്റ് ചെയ്തു പോയി, ലിസ്റ്റിംഗ് നോംസ് ഒന്നും ഫുൾഫിൽ ചെയ്യാതെ. അപ്പോൾ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. പലപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽസ്, അതുപോലെ പ്രൊഡക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണമെന്ന് പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പറയുന്നതാണ്. എപ്പോഴും നമ്മളുടെ ഫ്രണ്ടിൽ കാണുന്ന ഇത് മാരുതിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ വിശ്വസിക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കുകൾ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു മറ്റ് സ്റ്റോക്കുകളിലേക്ക്, കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പോകുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും പല ടിപ്സും റൂമേഴ്സും ഒക്കെ നമുക്ക് പല സർക്കിളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ആ രീതിയിലുള്ള റൂമറിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു കാരണവശാലും അഡ്വൈസബിൾ അല്ല. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോക്ക് സെല് ചെയ്യാനായിട്ട് പല റൂമേഴ്സും പല ടിപ്സും അവർ കൊടുക്കും, പല മീഡിയം ത്രൂ. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ ട്രാപ്പിൽ പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ജിബിൻ ജോയുടെ മെയിലാണ്. അദ്ദേഹം ചില സ്റ്റോക്കുകൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമായ ചില സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന സ്വഭാവത്തിൽ നിരവധി കത്തുകൾ മാർക്കറ്റ് വാച്ചിന് ലഭിക്കാറുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ചില സ്റ്റോക്കുകൾ ഭുവനേന്ദ്രൻ റെക്കമെൻഡ് ചെയ്യുന്നു. 10 to 15 ഇയേഴ്സുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തന്നെയാണ്. അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതിൽ ആദ്യം ഇമാമിയാണ്. വാല്യുവേഷൻ ഫെയർ ആണ്, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ബെറ്റർ മൺസൂണൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോക്ക് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെ നല്ല മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇമാമി 960, 900 ഇതിനു മുമ്പും പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്താണ്. എനിക്ക് തോന്നുന്നത് ജനുവരിയിൽ നമ്മൾ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ 960 ആൻഡ് 900 2 സപ്പോർട്ട് ലെവലാണ്.
സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ലോങ് ടൈം ഒരു 10 to 15 years എന്ന് പറയുന്ന കറന്റ് വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിലെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇൻവെസ്റ്റ് ചെയ്ത് പോകാവുന്ന സ്ട്രാറ്റജിയും അഡ്വൈസബിൾ ആണ്. ദെൻ HDFC ബാങ്ക് ആണ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. HDFC ബാങ്കും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. HDFCയും പരിഗണിക്കാം, HDFC ബാങ്കും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന രണ്ട് കമ്പനിയാണ്. 1060, 980 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഒരിക്കലും സപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വാല്യൂ ബൈങ് എന്നുള്ള രീതിയിൽ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. 1200 ആൻഡ് 1050 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട്. ഈ രണ്ട് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വീണ്ടും ആ 6800 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയത്ത് തന്നെ വീണ്ടും ഗ്ലോബലി തന്നെ ബെറ്റർ സിറ്റുവേഷനിലേക്ക് ഇക്കണോമി പോവുകയാണെങ്കിൽ സാധ്യത കുറവാണ്. പക്ഷേ എപ്പോഴും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1050 ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അടുത്തൊരു 6 മാസം മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ദെൻ അൾട്രാടെക് സിമെന്റ് ആണ് 3000 and 2700. അൾട്രാടെക് വളരെ നല്ല മാനേജ്മെന്റ്, L&Tയുടെ സെയിം മാനേജ്മെന്റ്, വളരെ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ഒരു സിമെന്റ് കമ്പനിയാണ്. രണ്ട് സ്റ്റേജ് ആയിട്ട് 3000 and 2700 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ ഐഷർ മോട്ടോഴ്സ് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ടാറ്റ സ്റ്റീൽ ഒരു റൈഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. 300 ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ 260 വീണ്ടും ഒരു ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്ന ഒരു ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ടാറ്റ സ്റ്റീലിന്റെ മൊമെന്റം പോസിറ്റീവ് തന്നെയാണ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് 940 and 880 രണ്ട് സപ്പോർട്ട് ലെവൽ. ഈ ലെവലൊക്കെ തന്നെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്ന ഒരു ലെവലാണ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമർ 1300 വളരെ നല്ല ഫെയർ വാല്യുവേഷനിലാണ്. ഈ സ്റ്റോക്കും ജനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ദെൻ 1150 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ആണ്. പക്ഷേ ഈ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇതിൽ ഗോദ്രേജ് കൺസ്യൂമർ ഞാൻ നേരത്തെ പറഞ്ഞ മൺസൂണൊക്കെ ബെറ്റർ ആകുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കുകയാണ് ഈ രണ്ട് സ്റ്റേജ് 1300 1150 ലെവൽ വരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതൽ തന്നെയാണ്. ദെൻ LIC ഹൗസിംഗ് ഫൈനാൻസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടും നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 440 and 390. ഈ 390 അഗെയിൻ ഞാൻ പറയുന്നത് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാം. അതേസമയം ഇപ്പോഴത്തെ കറന്റ് വാല്യുവേഷൻ പോലും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. മാർക്കറ്റ് വാച്ചിന് ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.